ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഷാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ കുട്ടികൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു പിക്ചർ വരച്ചെടുക്കാമെന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിക്ചർ പെയിൻറ് ചെയ്യുന്നതാണ്. ഒരു ഇഷ്ടമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പിക്ചർ ഇതുപോലെ വരച്ചെടുക്കാം. അതിനുശേഷം വാട്ടർ കളർ ഉപയോഗിച്ച് എങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. സിമ്പിളായിട്ട് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മുഴുവൻ ലീഫും ഇതുപോലെ ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് കേട്ടോ ഇത്. ഇതുപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. എല്ലാ ലീഫും നമുക്ക് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫും നമുക്ക് ലൈറ്റ് ഷെയ്ഡ് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലീഫും ലൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റെമ്മും ലീഫും എല്ലാം ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന പിക്ചറാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ വരയ്ക്കാനുണ്ടാവുമല്ലോ. ബട്ടർഫ്ലൈസും ഫ്ലവറും ഒക്കെ അതിന് പറ്റുന്ന ഒരു പിക്ചറാണ് കേട്ടോ ഇത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ മുഴുവൻ ലീഫും നമുക്ക് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്ലവർ എങ്ങനെ പെയിൻറ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഫ്ലവറിന് ഞാൻ കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്. ഏത് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ ഷെയ്ഡ് ചെയ്യാം. അതേ കളർ തന്നെയാണ് കേട്ടോ ഷെയ്ഡ് ചെയ്യുന്നത്. ഇനി അടിഭാഗത്ത് ഇതുപോലെ ലൈറ്റാക്കി ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലെ മഞ്ഞയും ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു പൂവായി മാറിയില്ലേ.
അതുപോലെ തന്നെ മറ്റ് ഫ്ലവേഴ്സും നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. ആദ്യം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഡാർക്ക് ചെയ്ത് ഒരു സിമ്പിൾ ഫ്ലവറായി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിന് ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത് കേട്ടോ. ബ്ലൂ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് എവിടേക്ക് കൊടുക്കണോ അവിടെയെല്ലാം ബ്ലൂ ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള പിക്ചറാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വരയ്ക്കാനൊക്കെ പറ്റിയ സിമ്പിൾ പിക്ചറാണ്. ഇതുപോലെ ബ്ലൂ ചെയ്തതിന് ശേഷം ഇനി ഡാർക്ക് ചെയ്തെടുക്കാം. ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ മറ്റ് വൈറ്റ് ഭാഗമുള്ളതൊക്കെ കവർ ചെയ്ത് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ബട്ടർഫ്ലൈ ഞാൻ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഈ വാട്ടർ കളർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിലൂടെ വൈറ്റ് ഡോട്ട് ഇട്ടെടുക്കാം. വൈറ്റ് പെൻ ഉപയോഗിച്ചാണ് കേട്ടോ. വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചാണ് ഞാൻ ഇതുപോലെ ഡോട്ട് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാണ് പിക്ചർ. ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ.